നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക പിഴവുകൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. കാനഡയിലേക്ക് പറക്കാൻ അനുമതിയില്ലാത്ത വിമാനം വാൻകൂവറിലേക്ക് അയച്ച എയർ ഇന്ത്യ അധികൃതർക്ക് വിമാനം മണിക്കൂറുകളോളം ആകാശത്ത് പറന്ന ശേഷമാണ് അബദ്ധം തിരിച്ചറിഞ്ഞത്. പകുതി ദൂരത്തോളം പിന്നിട്ട വിമാനം ചൈനീസ് വ്യോമാതിർത്തിയിൽ വെച്ച് അടിയന്തരമായി ഡൽഹിയിലേക്ക് തന്നെ മടങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് കാനഡയിലെ വാൻകൂവറിലേക്ക് പുറപ്പെട്ട വിമാനത്തിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ കണക്കിലെടുത്ത സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കിഴക്കൻ ദിശയിലൂടെയാണ്, അതായത് ചൈന വഴിയാണ് വിമാനം സഞ്ചരിച്ചത്. എന്നാൽ എയർ ഇന്ത്യയുടെ പക്കലുള്ള എല്ലാ വിമാനങ്ങൾക്കും കാനഡയിലേക്ക് സർവീസ് നടത്താനുള്ള അനുമതിയില്ല എന്ന വസ്തുത അധികൃതർ മറന്നുപോയതാണോ, ഇനി അറിയാത്തതാണോ? കാനഡയിലെ നിയമപ്രകാരം എയർ ഇന്ത്യയുടെ ബോയിംഗ് 777-300ER, B777-300ER എന്ന വിമാനങ്ങൾക്ക് മാത്രമാണ് അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ഉള്ളത്. എന്നാൽ വ്യാഴാഴ്ച യാത്രക്കാരുമായി പറന്നുയർന്നത് ബോയിംഗ് 777-200AR ആണ്. വ്യാഴാഴ്ച രാവിലെ 11:34 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഏകദേശം 4 മണിക്കൂറിലധികം പറന്ന് ചൈനീസ് വ്യോമ അതിർത്തിയിലെ കുൻമിങ്ങിന് അടുത്തെത്തിയപ്പോഴാണ് ഗ്രൗണ്ട് കൺട്രോൾ വിഭാഗത്തിന് തങ്ങൾക്ക് പറ്റിയ ഗുരുതരമായ പിഴവ് ബോധ്യപ്പെട്ടത്. ഉടൻ തന്നെ പൈലറ്റുമാർക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകളുടെ കണക്കനുസരിച്ച് വൈകുന്നേരം 7:19 കൂടിയാണ് വിമാനം തിരികെ ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. ഇതോടെ ഏകദേശം 8 മണിക്കൂറോളം വിമാനത്തിനുള്ളിൽ കഴിഞ്ഞ യാത്രക്കാർക്ക് യാത്ര പൂർത്തിയാക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. വിദേശ വിമാന കമ്പനികൾക്ക് ഓരോ രാജ്യത്തും വ്യത്യസ്തമായ പ്രോട്ടോക്കോളാണ് ഉള്ളത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ചില രാജ്യങ്ങൾ പ്രത്യേക തരം വിമാനങ്ങൾക്ക് മാത്രമേ തങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ അനുമതി നൽകാറുള്ളൂ. എയർ ഇന്ത്യയുടെ കാര്യത്തിൽ B777ER പതിപ്പിന് മാത്രമാണ് കാനഡയുടെ അംഗീകാരമുള്ളത്. ഈ നിയമം ലംഘിച്ച് വിമാനം വാൻകൂവറിൽ എത്തിയിരുന്നുവെങ്കിൽ വൻ തുക പിഴ അടയ്ക്കേണ്ടി വരികയോ വിമാനം കണ്ടുകെട്ടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേനെ. സംഭവിച്ചത് ഗുരുതരമായ വീഴ്ചയാണെന്നും അതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നതെന്നും എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. ഈ അബദ്ധത്തിന് ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. യാത്രക്കാർക്കും വിമാനത്തിലെ ജീവനക്കാർക്കും ഉണ്ടായ മാനസിക വിഷമത്തിലും ബുദ്ധിമുട്ടിലും കമ്പനി ഔദ്യോഗികമായി ഖേദം പ്രകടിപ്പിച്ചു. മടങ്ങിയെത്തിയ യാത്രക്കാർക്ക് ഡൽഹിയിൽ ഹോട്ടൽ താമസ സൗകര്യം ഏർപ്പെടുത്തുകയും ഇന്ന് രാവിലെ മറ്റൊരു വിമാനത്തിൽ, അതായത് അനുമതിയുള്ള B777-300ER എന്ന ഈ വിമാനത്തിലാണ് ഇവരെ വാൻകൂവറിലേക്ക് അയക്കുകയും ചെയ്തതായാണ് കമ്പനി വ്യക്തമാക്കിയത്. ഈ സംഭവം വ്യോമയാന മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. അത്യാധുനിക സംവിധാനമുള്ള ഒരു പ്രമുഖ വിമാന കമ്പനിക്ക് ഇത്തരമൊരു പ്രാഥമികമായ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നതാണ് പലരും ഉയർത്തുന്ന ചോദ്യം.